അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതായത് സാമ്പത്തികമായിട്ട് വലിയ സെറ്റപ്പിലുണ്ടായിരുന്ന ആളുകൾ ബിസിനസ്സിൽ തകർച്ച വരുന്ന സമയത്തും അതേപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി, ചെയ്ത കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്നൊക്കെ ധരിച്ചിട്ട് ആളുകളിൽ നിന്ന് കൊടുക്കാനുള്ളതോ വാങ്ങാനുള്ളതോ അല്ലാതെയോ ഒരു മാറി നിൽക്കുന്നൊരവസ്ഥ അനുഭവിക്കുന്നത് ചെയ്ത തീരുമാനങ്ങളിലുള്ള പിഴവുകളാണെന്നും പ്രവൃത്തികളിലുള്ള ഫോൾട്ടുകളാണെന്നും ഒക്കെ ധരിച്ച് പ്രയാസപ്പെടുന്ന ആളുകൾ, ഇത്തരം ആളുകളുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. അത് നമ്മളെ അറിവോടുകൂടിയും നമ്മളുടെ നമ്മളുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പല പരീക്ഷണങ്ങളായി ജീവിതത്തിൽ വന്നുകൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതൊക്കെ ഒരു പരീക്ഷണമാണ്. ഓക്കെ, അത് ലോകം നിർമ്മിച്ച നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോക നിർമ്മാതാവിൻ്റെ പരീക്ഷണമാണ്. അതിൽ ഗുണമുള്ളതുണ്ടാകാം, ദോഷമുള്ളതുണ്ടാകാം. അത് അറബിക്കിൽ പറയുന്നത് ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണെന്നാണ്. അപ്പോൾ ഷെറ് അള്ളാഹു താല പഠിച്ചത് തന്നെയാണ്, ഹൈറും അള്ളാഹു താല പഠിച്ചത് തന്നെയാണ്. അതിൽ വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയായിരിക്കാൻ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലെങ്കിൽ അവൻ ഒരു വിശ്വാസിയല്ല. അപ്പോൾ നന്മയും അള്ളാഹുവിൽ നിന്നാണ്, തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ നന്മ ഉണ്ടാകുന്നത്, നന്മ ഉള്ള സമയത്ത് നമ്മൾ ഏത് നിലക്ക് പ്രതികരിക്കുന്നു, ജീവിക്കുന്നു, പ്രയാസമുള്ള സമയത്ത് ഏത് നിലക്ക് പ്രതികരിക്കുന്നു എന്നൊക്കെ വിലയിരുത്താൻ വേണ്ടിയുള്ള പരീക്ഷണ ഘട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് തന്നെ മനസ്സിലാക്കണം, അത് റബ്ബിൽ നിന്നുണ്ടായതല്ല, അല്ലെങ്കിൽ റബ്ബിനെ കുറ്റം പറയണ്ട എന്നുള്ള നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ കുറ്റം പറയലോ അല്ലെങ്കിൽ റബ്ബിൽ നിന്നല്ലാത്തതോ അല്ലാത്ത നിലക്കല്ല, അത് റബ്ബിൽ നിന്ന് തന്നെ ഉള്ള ഒരു പരീക്ഷണമാണ്. അതിനുള്ള പരിഹാരവും ഒരു പക്ഷേ റബ്ബ് ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം റബ്ബ് തന്നേക്കാം. ഓക്കെ, കുറേ സമ്പത്ത് ഉടമയായി ജീവിച്ച് മരിക്കുന്ന ഒരവസ്ഥ വലിയൊരു വിജയമാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കേണ്ട. ജീവിതത്തിൽ ഉള്ള അവസ്ഥയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നല്ല നിലക്ക് നന്ദിയുള്ള, അതായത് പഠിച്ച റബ്ബിനോട് നന്ദി കാണിച്ചുകൊണ്ടുള്ള ജീവിതം, അത് നന്മയിലും പ്രയാസത്തിലും ഗുണത്തിലും ദോഷത്തിലും എല്ലാം, സന്തോഷത്തിലുമെല്ലാം ദുഃഖത്തിലുമെല്ലാം നന്ദി കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അങ്ങനെ അയ്യൂബ് നബിക്ക് ഒരുപാട് രോഗങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടാണ് പരീക്ഷിച്ചത്. അപ്പോൾ എല്ലാം റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള പരീക്ഷണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് റബ്ബ് നോക്കാത്തത് കൊണ്ടാണെന്നും, അല്ലെങ്കിൽ വിജയങ്ങളുണ്ടായത് നല്ല റബ്ബ് നോക്കിയത് കൊണ്ടാണെന്നും, ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും, അങ്ങനെയൊന്നും ആരും എല്ലാ നിലക്കും പൂർണ്ണമായി തെറ്റിദ്ധരിക്കാതെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. അപ്പോൾ സമ്പത്ത് കയ്യിലുള്ള സമയത്ത് അയൽപക്കത്തോ അടുത്ത സ്ഥലങ്ങളിലോ പട്ടിണി കിടക്കുന്ന ആളുകൾ സമ്പത്തുള്ള ആളുകളോട് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. സമ്പത്തില്ലാത്ത ആളുകളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരുള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ പരീക്ഷണമാണെന്നുള്ള നിലക്ക് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം നയിക്കലും അതും ഓർമ്മപ്പെടുത്തുന്നു. ആ നിലക്കുള്ള ജീവിതമായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.